പണിയായുധങ്ങൾ സവാളഗിരി എന്തായാലും വിശന്നിരുന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് ഇച്ചിരി രുചി കൂടുതലായിരിക്കും കേട്ടോ. ഹായ് ഹലോ ഗൈസ്, റൂട്ട് കഫേയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കർണാടകത്തിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. നാഗർഹോള ടൈഗർ റിസർവിലോട്ട് കയറുകയാണ്. കയറി മാനന്തവാടിയിലേക്കുള്ളതാണ്. RPA 73. എന്നാലും ആ കിടു വ്യൂ ആണ് കേട്ടോ. കാണുന്ന വ്യൂ ഉണ്ടല്ലോ. അടിപൊളി. നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് എന്നൊരു ശരിക്കും കാടാണെങ്കിലും കാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും ചെറിയ ചെറിയ ജംഗ്ഷനുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. ഗ്രാമ അന്തരീക്ഷത്തിലോടാണ് ഇപ്പൊ നമ്മൾ കടന്നിരിക്കുന്നത്. അടിപൊളി കേട്ടോ. വഴിക്ക് നടക്കുന്നതാണ്. കപ്പക്കൃഷി, വാഴക്കൃഷി, പിന്നെ അതൊക്കെയാണ് കൂടുതലും കാണുന്നത് കേട്ടോ. വാഴയുണ്ട്, അതേപോലെ തന്നെ കടുകുണ്ടെന്ന് തോന്നുന്നു, ചോളമുണ്ട്, അങ്ങനെ കുറേ അതുണ്ട്. ഇപ്പം കാണിച്ച ഭാഗത്തൊക്കെ വിളവൊക്കെ എടുത്തിരിക്കുകയാണ്. ലോഡ് ഒന്നും ഇല്ല, ഇപ്പം അവിടെ കാണുന്നൊന്നുമില്ല. കരിമ്പുണ്ട്, വേറെ ഏതാണ്ടൊക്കെ കൃഷികളുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് HD കോട്ടയിലോട്ടാണ് പോകേണ്ടത്. അവിടെ നമ്മൾ റൂം നോക്കാം. ജീപ്പ് സഫാരി അല്ല, നമ്മൾ എടുക്കുന്നത് നാഗർഹോളയുടെ തന്നെ സഫാരിയാണ്. അവരുടെ ഗവൺമെന്റിന്റെ ബസ്സിലുള്ള സഫാരിയാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫുള്ള് കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ. രണ്ട് സൈഡിലും കൃഷിത്തോട്ടങ്ങളാണ്. എന്തൊക്കെ കൃഷികളാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല, കുറേ ഉണ്ട്. ചൂട് കൊണ്ട് വാഴയുടെ ഒക്കെ ഇല കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗോപ്രയൊക്കെ ഹീറ്റായിട്ട് എനിക്ക് ഓൺ പോലും ചെയ്യാൻ മേലാത്ത അവസ്ഥയായിരുന്നു. അതേപോലെയാണ് കേട്ടോ ആ വാഴയുടെയൊക്കെ ഇല കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നത്. ഭയങ്കര ചൂടാണ് കേട്ടോ. തലശ്ശേരി ബസ്. ഈ കാണുന്നത് ദമ്മനക്കട്ടെ സഫാരിയൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ നാഗർഹോള് സഫാരിക്ക് പല പല പോയിന്റുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നല്ല സമയമായി, 2 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കിവിടെ എവിടെയെങ്കിലും തണൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്താം. നമ്മുടെ കയ്യിൽ ഫുഡ് വെക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും കയ്യിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്നാ കുഴപ്പമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട ഇവിടെ ഒരു തണൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്തായാലും ഫുഡ് വെച്ച് കഴിച്ചിട്ട് പോവാം. അപ്പോൾ എന്തായാലും നമ്മൾ യാത്രയിലെ 2ാമത്തെ ഫുഡ് വെക്കാൻ പോകണം. ഇന്നലെ നമ്മൾ ഫുഡ് വെച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഒത്തിരി രാത്രിയായിരുന്നു. അതേപോലെ തന്നെ റൂമിനുള്ളിൽ വെച്ചായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും അത് മാഗിയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലൊന്നും കാണിച്ചില്ലെന്നേ ഉള്ളൂ. അതിലിപ്പം നമുക്ക് എന്തായാലും ചോറുണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഇറങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയ 2 വശവും കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ. ഇവിടെ ഇപ്പം വന്നിട്ട് ചോളാണ് തോന്നുന്നു അല്ലേ. ചോളാണോ എന്തോ ഒരു കൃഷി, എനിക്ക് പേരറിയത്തില്ല കേട്ടോ എന്നതാണെന്നുള്ളത്. എന്തോ കൃഷിയാ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചോളമല്ല, ഇതൊന്നെങ്കിൽ ഉലുവയാണോ കടുകാണോ അങ്ങനെ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. പേരറിയില്ല. പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആ വശത്തെല്ലാം കേട്ടോ കൃഷിയിടങ്ങളാണ്. അങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങാൻ ഇവിടെ എല്ലാം വേലി കെട്ടിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല. അപ്പം കുറേ നേരമായി നമ്മൾ തണൽ നോക്കി വരാൻ തുടങ്ങിയിട്ട് തണലൊന്നും കിട്ടിയില്ല. എല്ലായിടും ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഒരു തണൽ കണ്ടപ്പോൾ നമ്മളങ്ങ് നിർത്തിയത്.
എന്തായാലും നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. നമ്മുടെ പണിയായുധങ്ങൾ, നമ്മുടെ വെള്ളം ഞാൻ പറഞ്ഞ കേട്ടോ, നമ്മുടെ പമ്പാണ് ഇത്, വാട്ടർ പമ്പ്. അതേപോലെ തന്നെ നമ്മുടെ വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ പാചക കിറ്റ് വേണ്ട ഈ സാധനമാണ് കേട്ടോ, പാചക കിറ്റ്. എന്തൊക്കെയാണെന്നുള്ള വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വേണ്ടേ നമ്മുടെ ചോറിനുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇപ്പം അരി കഴുകി നമ്മളിപ്പം വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം അടുത്ത് നമ്മൾ എന്താ സവോളയുണ്ട്, അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും കാര്യങ്ങളൊക്കെ അരിയാറുണ്ട്. അതായത് നമ്മൾ അരിയേണ്ട സമയങ്ങളില്ല. സവാള. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെ. വീട്ടിലിരുന്ന സാധനമാണ് കേട്ടോ, ഞാൻ എടുത്തോണ്ട് പോകുന്നത്. ബീൻസ് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ല, ഇത്രയും കാര്യങ്ങൾ. നമ്മൾ സാധാരണ ഒരു ചോറ് വെക്കുകയാണെങ്കിൽ ഇത്രേൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ആദ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ എന്തായാലും ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ബിരിയാണിക്ക് നമ്മൾ ചിക്കനൊന്നുമല്ല മേടിച്ചിരിക്കുന്നത്, നമ്മൾ വെജ് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനുള്ള സാമഗ്രികളാണ് ഇപ്പോൾ വീട്ടിലിരുന്നത് ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. ക്യാനകത്ത് കൊണ്ടുവന്ന വെള്ളമാണ്, അത് നമ്മൾ എടുക്കുകയാണ്. ചെറുപറ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. നമ്മളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ കഴുകുകയാണ്. ഇതൊക്കെ കഴുകി കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇത് നമ്മൾ ആമസോൺ വഴി നമ്മൾ ബുക്ക് ചെയ്തതാണ് കേട്ടോ. കോഫിയുടെ ഒരു പോർട്ടബിൾ കാർഡ് ടൈപ്പ് സ്റ്റൗവാണിത്. നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പോർട്ടബിളാണ്. നമുക്ക് കോഫി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഞാൻ മേടിച്ചത്. അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു സിലിണ്ടറും ഉണ്ട്. നമുക്കിത് ഓൺലൈൻ വഴി മേടിക്കാൻ കിട്ടും. ഇതും ഞാൻ ആമസോൺ വഴി മേടിച്ചാണ്. കോഫി എന്ന് പറഞ്ഞുള്ളതാണ്. ഒരു 5-6 ബ്യൂട്ടൻ ഗ്യാസ് കാർട്രിഡ്ജ് ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ 2-3 എണ്ണം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ വെച്ചാണ് നമ്മുടെ പാചകങ്ങൾ മൊത്തം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് 299 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്, MRP കിടക്കുന്നത്. ആമസോൺ വഴി മേടിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെയൊക്കെ റേറ്റൊക്കെ കുറച്ച് കിട്ടും കേട്ടോ. ഈ സ്റ്റൗവും 3 കാട്രിഡ്ജും കൂടെയാണ് ഞാൻ മേടിച്ചത്. അത് കൂടാതെ കാട്രിഡ്ജ് ഞാൻ വേറൊരു 4 എണ്ണം കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഓൺലൈൻ പ്രൈസ് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. എന്തായാലും ഇതിൻ്റെ റേറ്റ് ഇത്ര കിടക്കുന്നത് 299 രൂപയാണ്. പക്ഷേ അത്രയൊന്നും ആകത്തില്ല. ആമസോണിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് അതിലൊക്കെ ഓഫറൊക്കെ ഇട്ടിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ ആവശ്യമുള്ളത് മേടിക്കുക. ഇത് മാത്രമല്ല, ഇത് LPG അല്ല, ഇത് ബ്യൂട്ടൻ ഗ്യാസാണ്. അപ്പം ബ്യൂട്ടൻ ഗ്യാസിന് നല്ല ഒന്നും കൂടെ പവർ കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മുടെ പാചകം മൊത്തം നടക്കാൻ പോകുന്നത്. ഇത് പൊട്ടിക്കുകയാണ്. ഓപ്പൺ ചെയ്തു. ഇതൊക്കെ പല ആൾക്കാരും ഇപ്പം ക്യാമ്പിങ്ങിനൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകം എടുത്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കൊന്നും കാണിക്കണമല്ലോ. അതുകൊണ്ട് മാത്രം ഇതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. ഇതാണ് സംഭവം. ഇത് നമുക്ക് ഇതിങ്ങനെ ഇവിടെ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് അഴിച്ചു മാറ്റിയിട്ട് ഇത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇത് നമുക്ക് കത്തിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വലിപ്പം കൂട്ടാം. ഇത് കണ്ടോ, ഇങ്ങനെ വലിപ്പം കൂട്ടാം. കണക്ട് ചെയ്യുക, നേരെ കത്തിക്കുക, സാധനങ്ങൾ വെക്കുക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക. ഇതാണ് നമ്മുടെ മെയിൻ കാര്യം. അതേപോലെ ഇതിന് ലെഗും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ വീട്ടിലുണ്ടാക്കിയപ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒരു ആദ്യത്തെ ഫിസിൽ തന്നെ കേട്ടത് 5 മിനിറ്റിനുള്ളിൽ കാര്യങ്ങളെല്ലാം റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ കണ്ടോ ഈ ഒരു വെട്ട് കണ്ടോ, ആ വെട്ട് തന്നെ കണ്ട് ഇവിടെയുണ്ട്. അത് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ഇടാൻ പോവാണ്. ഇങ്ങനെ ആദ്യമേ കണക്ട് ചെയ്യുക, ഇങ്ങനെ ആദ്യമേ വെക്കുക. അതിനുശേഷം ഈ വെട്ടിനകത്തോട്ട് കയറ്റുക, തിരിക്കുക, ലോക്കായി. ഇനി ഇത് ഇവിടെ സേഫായിട്ട് തന്നെ ഇരിക്കും. അടുപ്പ് കത്തിക്കാൻ പോവാണ് കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്യാണ്. അപ്പം ചൂടായിട്ട് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ്. വെള്ളം പാത്രം ചൂടാകുന്നു. അപ്പം നമ്മളിത് ഈ സൺഫ്ലവർ ഓയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഒഴിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിടുവാണ് കേട്ടോ. നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം കൂടെ ഇടുവാണ്. ഇഞ്ചിയൊന്നും നമ്മൾ അരിയുന്നില്ല, അതിനൊക്കെ പേസ്റ്റ് നമ്മൾ മേടിച്ചിരിക്കും കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളായിട്ട് അങ്ങോട്ട് ഇടുവാണ് കേട്ടോ. ആദ്യമേ പച്ചമുളക്,
നമ്മൾ ക്യാരറ്റ് എടുത്തില്ലായിരുന്നു കേട്ടോ, ക്യാരറ്റ് മേടിച്ചില്ല, മറന്നുപോയി, കൊണ്ടൊന്നുമില്ല. വീട്ടിൽ നിന്ന് വരുന്ന വഴി മേടിക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എടുത്തില്ല. സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മളങ്ങോട്ട് വഴറ്റും കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, ഉപ്പും ബിരിയാണി മസാലയും നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ, എന്നിട്ടാണ് നമ്മൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അരി കഴുകി നമ്മൾ വേണ്ട വെള്ളത്തിലിട്ട് വെച്ച്, അതായത് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞ സമയം കൊണ്ട് തന്നെ ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് സമയമൊന്നും കളഞ്ഞൊന്നും ഇല്ല കേട്ടോ. ഇതിനകത്തോടെ ഇടുവാണ്. നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. 2 ഗ്ലാസ് അരിക്കാൻ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒന്ന് ഇച്ചിരി ഒരു നാരങ്ങയുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നാരങ്ങയാണ്. അപ്പോൾ ആ നാരങ്ങ കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് നമ്മൾ നേരെ അപ്പം എന്തി നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. അപ്പോൾ എന്തേ നമ്മൾ എല്ലാം കൂടെ സെറ്റാക്കിയിരിക്കുന്ന ഒരു 10 മിനിറ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ ആദ്യത്തെ ഫിസിലിൽ തന്നെ നമ്മളിനി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മളെന്തായാലും ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. എല്ലാം കൂടെ നമുക്കൊരു അരമണിക്കൂർ താഴെയുള്ള സമയം ആയിട്ടുള്ളൂ കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം എന്തേ ഒരു അരമണിക്കൂർ മൊത്തം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം കളയുന്നില്ല. നമ്മളിതേ നമ്മുടെ ഫുഡായിട്ടുണ്ട്. അപ്പം ആവശ്യത്തിന് എടുക്കുക, കഴിക്കുക. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറുണ്ട്, അതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. വിശന്നിരുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് ഇച്ചിരി രുചി കൂടുതലായിരിക്കും കേട്ടോ. എന്തായാലും എവിടുന്ന് കഴിച്ചാലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി രുചി കൂടുതലായിരിക്കുമല്ലോ. ചുമ്മാ പറയുന്നല്ല കേട്ടോ, നല്ലായി കിടും. ഹായ് പവൻ ചന്ദ്രശേഖർ. അപ്പം നമ്മുടെ ഫുഡടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ വെച്ചു. അങ്ങനെ ആദ്യമായിട്ട് യാത്രയുടെ ഇടയ്ക്ക് നമ്മൾ സ്വന്തമായിട്ട് ഫുഡൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിച്ചതിന് ശേഷം ഇവിടെ എല്ലാം സെറ്റപ്പാക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, എല്ലാം നമ്മൾ കൊണ്ടുവന്ന പോലെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാം. HD കോട്ട ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ HD കോട്ടയിൽ എത്തി കേട്ടോ. HD കോട്ടയിൽ നമ്മൾ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നോക്കുവാണ്. HD കോട്ട നമ്മളിപ്പം HD കോട്ട സ്റ്റാൻഡിൻ്റെ അവിടെയാണ്. HD കോട്ട സ്റ്റാൻഡാണ്.
തിരക്കുള്ള ഒരു ടൗണാണ് കേട്ടോ SD കോട്ട. അപ്പം നമ്മളെന്തായാലും SD കോട്ടയിലാണ് നമ്മൾ റൂം എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ HD കോട്ടയുടെ അവിടെ നമ്മളിപ്പം റോയൽ ഇൻ എന്ന് പറയുന്ന ഒരു ലോഡ്ജിൽ നമ്മളിപ്പം റൂം എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാഗർഹോളെ സഫാരി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് താമസിക്കാൻ പറ്റിയ ഏറ്റവും അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HD കോട്ട തന്നെയാണ്. അപ്പോൾ HD കോട്ടയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ബഡ്ജറ്റിനെ പറ്റുന്ന രീതിയിലുള്ള ഒരു ലോഡ്ജ് തന്നെയാണ് റോയൽ ഇൻ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തണം. കാരണം അങ്ങനത്തെ കമൻറ്റുകൾ വഴിയാണ് നമുക്ക് നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഒട്ടനെ വരാം. ടാറ്റാ ബൈ.